നമസ്കാരം. വന്നല്ലോ. എത്തിയല്ലേ? ഊണിന് മുമ്പേ എത്തുമെന്ന് പറഞ്ഞ് ഒരുപാട് ചോറും ചൂരക്കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിരുന്നു. അത് ശരി അത് ശരി. അത് കഴിക്കാനല്ല, അത് നിങ്ങൾ ലേറ്റ് ആവുന്ന കണ്ടപ്പോ ഞാനും മോളും കൂടെ അങ്ങ് ഫുള്ള് തിന്ന് തീർത്ത്. വേസ്റ്റ് ആക്കണ്ടല്ലോ, ഉള്ള സ്ഥലത്തിരിക്കാം. പിന്നെ യാത്രയൊക്കെ സുഖമായിരുന്നു? യാത്രയൊക്കെ വളരെ സുഖമായിരുന്നു. എന്തോന്ന് സുഖം, കാട്ടിന്റെ ഇടയിൽ വീടും കൊണ്ടുവച്ചിട്ട് 70 ചാലി ചാടി കടന്നു പറഞ്ഞ ഭയങ്കര സുഖം. ബുദ്ധിമുട്ടായ അങ്ങനെയൊന്നും ഇപ്പോഴത്തെ പിള്ളേരല്ലേ, ഇവർക്കൊന്നും മറ്റേ അധ്വാന ശീലമല്ലല്ലോ. അതൊക്കെ പണ്ട് പണ്ടൊക്കെ 70 അല്ല 700 ചില പുഷ്പം പോലെ ഞാൻ ചാടിക്കിടക്കും. ഇപ്പോഴും ആരോഗ്യത്തിനൊന്നും ഒരു കുറവ് സംഭവിച്ചിട്ടില്ല. കറക്റ്റാണ്, അച്ഛൻ ആരോഗ്യത്തിന് ഒരു കുറവില്ല. ഫസ്റ്റ് ചാലി ചാടിയപ്പോ തന്നെ മൂടിടിച്ച് വീഴ പാനൊക്കെ കീറാൻ. ഇവിടെ എന്താണ് ജോലി? എനിക്ക് എന്ത് ബിസിനസ്? എക്സ്പോർട്ടിംഗ് ഇമ്പോർട്ടിംഗ്, കയറ്റുമതി ഇറക്കുമതി. കയറ്റുമതി ഇറക്കുമതി. എന്തെടുത്തിട്ടാണ് ഈ കയറ്റി ഇറക്കുന്നത്? അത് പിന്നെ തെങ്ങിൽ കയറ്റുമതി, അവിടെ നിന്ന് ഒരു കൊല ഇറക്കുമതി. തേങ്ങ വെട്ടാണോ? 1500 തെങ്ങുണ്ട് നമ്മുടെ പുരയിടത്തിൽ. മനസ്സിലായില്ലേ? ഞാനും കൂടെ കയറി വെട്ടാൻ വേണ്ടി സഹായിക്കും. സത്യം പറയാമല്ലോ, ഇത്ര തേങ്ങ വെട്ടിയാലും ചമ്മന്തി അരിക്കാൻ ഒരു തേങ്ങ പോലും നമുക്ക് കിട്ടാറില്ല. 1500 തെങ്ങിന്ന് ചമ്മന്തി അരിക്കാൻ തേങ്ങ കിട്ടാറില്ല. അതിന്റെ ഉടമസ്ഥൻ കൊണ്ടുപോകും, അച്ഛനെ പോലീസും കൊണ്ടുപോകും. പോലീസ് എന്തിനു കൊണ്ടുപോകും? മോഷണമല്ല, പിന്നെ എല്ലാം ദൈവത്തിന്റെ സൃഷ്ടിയല്ലേ. നമ്മൾ മനുഷ്യർ മോഷ്ടിച്ച് ജീവിക്കുന്നു. അതിന് എന്റെ മോൻ സിംബോളിക്കായിട്ട് പറഞ്ഞല്ലടാ. ഒറ്റ മകനായോണ്ട് അമ്മ ഇല്ലാത്തത് കൊണ്ടും വളരെ കൊഞ്ചിച്ചാണ് വളർത്തിയത്. അമ്മ ഇല്ലാത്ത ഒരുപാട് കൊഞ്ചിച്ചാണ് ഞാൻ വളർത്തിയത്. സത്യം പറയാലോ, ഇവ എന്റെ മകനാണെങ്കിലും വാസ്തവത്തിൽ എന്റെ മകനല്ല. ഓഹോ, എനിക്ക് അപ്പോഴേ തോന്നി, എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്താടാ ഈ വൃത്തികെട്ട മുഖത്തിന് എങ്ങനെ ഈ സുന്ദരനായ മുഖം കിട്ടിയെന്ന്? എന്താടാ എനിക്ക് മനസ്സിലായി. നീ മിണ്ടരുത്. സത്യം പറ, എനിക്ക് കാര്യം അറിഞ്ഞാ പറ്റൂ. എനിക്കറിയാം, കോടികൾ വരുമാനമുള്ള ഒരു ബിസിനസ് മാഗ്നറ്റ് ആയിരുന്നു എന്റെ അച്ഛൻ. ബിസിനസ് സാമ്രാജ്യം സ്വന്തമാക്കാൻ ഒരു ബാല്യക്കാരനായി കടന്നുകൂടിയ വെറും അലവനാദിയായിരുന്നില്ല നീ. ഒന്നും സംസാരിക്കരുത്. എനിക്കറിയാം, ഇവന്റെ ശ്രദ്ധ മുഴുവൻ എന്റെ അച്ഛന്റെ പണത്തിലെ സ്വത്തിലായിരുന്നില്ല, എന്റെ സുന്ദരിയായ അമ്മയിലായിരുന്നു ഇവന്റെ ശ്രദ്ധ. പ്രേരിപ്പിച്ചു നോക്കി. എന്റെ കണ്ണ് പഴുത്ത് ചീഞ്ഞിരിക്കുകയാണ്, ഗ്ലാസ് മാറ്റിയാൽ സാർ ഞെട്ടിപ്പോകും. പ്രേക്ഷകരൊന്ന് കാണട്ടെ ആ മുഖം. ആണോ? കണ്ണാടി ഊരണോ? കണ്ണടിച്ചു പോയി ഇതൊക്കെ. അപ്പോ സാബു ചേട്ടന്റെ ഒരുപാട് വിശേഷങ്ങൾ ചോദിച്ചറിയാനുണ്ട്. സാബു ചേട്ടൻ ടെലിവിഷനിലും സിനിമയിലും ഒരുപോലെ തിളങ്ങി നിൽക്കുന്ന ഒരു താരമാണ്. ലിജോ ജോസ് പല്ലിശ്ശേരി എന്ന മലയാള സിനിമയുടെ ഏറ്റവും പ്രതീക്ഷയുള്ള ഒരു ഡയറക്ടറാണ് അദ്ദേഹം. ഏത് സിനിമ എടുത്താലും ആ ടീമിന്റെ ജല്ലിക്കട്ട് എന്ന് പറഞ്ഞ സിനിമയിൽ സാബു ചേട്ടൻ ഇപ്പോ അഭിനയിച്ചു കഴിഞ്ഞു. സിനിമയുടെ ഷൂട്ടിംഗ് കഴിഞ്ഞു. അപ്പോ സാബു മോൻ ജല്ലിക്കെട്ടിലേക്ക് എങ്ങനെ എത്തി? ജല്ലിക്കെട്ടിന്റെ വിശേഷങ്ങളൊക്കെ പറയൂ. ലിജോ ഞാൻ ഒരുപാട് വർഷമായിട്ട് സുഹൃത്തുക്കളാണ്. ഈ ജല്ലിക്കെട്ട് എന്ന് പറയുന്ന സിനിമയുടെ പ്ലാനിങ്ങിന്റെ ഇടയിൽ ഏതാണ്ട് അവസാന നിമിഷമാണ് എന്നാ പിന്നെ സാബുവിനെ വിളിക്കാം എന്ന് പറഞ്ഞിട്ട് പാവത്തിനൊരു ചാൻസ് കൊടുക്കാം. അപ്പൊ എന്താണ് സിനിമയിലെ ക്യാരക്ടർ? ആക്ച്വലി സിനിമയിലെ ക്യാരക്ടർ അതിനകത്ത് ഒരു കഥാപാത്രമാണ്. വെൽക്കം ടു തമാശ ബസാർ. താങ്ക് യു. അങ്ങനെ മഞ്ജു ചേച്ചി, മഞ്ജു പിള്ള ഈ മിനി സ്ക്രീനിന്റെയും സിനിമകളുടെയും ഒരു പ്രിയപ്പെട്ട താരം തമാശ ബസാറിലേക്ക് എത്തിയിരിക്കുകയാണ്. സ്വാഗതം. താങ്ക് യു. മഞ്ജു ചേച്ചി, എന്തൊക്കെയാണ് പുതിയ സിനിമ വിശേഷങ്ങൾ? എന്തൊക്കെയാണ് പറയൂ. കോളാമ്പി എന്ന് പറഞ്ഞിട്ട് TK രാജീവ് കുമാർ സാറിന്റെ ഒരു മൂവി ചെയ്തു. അത് തമാശയിലോ ഒന്നുമില്ല, ഭയങ്കര സീരിയസ് ആയിട്ടുള്ള ഒരു അഡ്വക്കേറ്റാ. ഒരു ക്രിമിനൽ ലോയർ എന്നൊക്കെ പറയാവുന്ന രീതിയിലുള്ള ഒരു ക്രിമിനൽ ആയിട്ടുള്ള ഒരു ഭയങ്കര സീരിയസ് ക്യാരക്ടറാണ്. പിന്നെ ഇപ്പൊ റിലീസ് ചെയ്തത് നിത്യഹരിത നായകൻ എന്ന് പറഞ്ഞിട്ടൊരു മൂവി വിഷ്ണുവിന്റെ പടം ചെയ്തിരുന്നു. അതിലൊരു നല്ല ഉഗ്രൻ ക്യാരക്ടറാണ് ചെയ്തിരുന്നത്. ഉഗ്രൻ ക്യാരക്ടറായിരുന്നു. യെസ്. അപ്പൊ അത് പ്രേക്ഷകർ ഏറ്റെടുത്ത് ഇനി കോളാമ്പി റിലീസ് ആവാൻ നിൽക്കുന്നു.
സോ മലയാളികൾക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം ഉണ്ടാവും. അതായത് മലയാള സിനിമ ഒന്ന് പച്ചപിടിച്ച് വന്നിരുന്ന ആ സമയത്ത് SP പിള്ള എന്ന് പറയുന്ന ഒരു മഹാനായ നടന്റെ കുടുംബത്തിൽ നിന്ന് വന്നിട്ടുള്ളൊരു താരമാണ് മഞ്ജു പിള്ള എന്നുള്ളൊരു ആക്ട്രസ്. സോ അദ്ദേഹത്തെ കൂടെ ഞങ്ങൾ ഈ വേദിയിൽ ഓർക്കുകയാണ്. അതും ചിരിയുടെ ഒരു രാജാവായിരുന്നല്ലേ. ഒരു കാലഘട്ടത്തിൽ അദ്ദേഹം ഒന്നും ഇല്ലാത്തൊരു സിനിമ നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അത്രയധികം ഹാസ്യ കഥാപാത്രങ്ങൾ ചെയ്തിട്ടുള്ളതാണ്. എനിക്ക് തോന്നുന്നു SP പിള്ളയുടെ കൊച്ചുമകളായതുകൊണ്ട് ഞാൻ ആൾക്കാർ എന്നെ കോമഡി ആർട്ടിസ്റ്റ് ആയിട്ട് അങ്ങ് കാറ്റഗറൈസ് ചെയ്താണെന്ന് തോന്നുന്നു. കാരണം ഞാൻ തുടക്കത്തിൽ ചെയ്തു വന്ന ഭയങ്കര സീരിയസും വില്ലത്തി ക്യാരക്ടേഴ്സ് ഒക്കെയാണ് ചെയ്തു വന്നത്. കുറച്ച് കഴിഞ്ഞപ്പോൾ എന്നെ ആൾക്കാരങ്ങ് കോമഡിയിലേക്ക് അങ്ങ് മാറ്റി. ഞാൻ അത് ബ്ലഡിലുണ്ടെന്ന് ആൾക്കാർ വിശ്വസിച്ചു. മേ ബി ഏറ്റവും ടഫായിട്ടുള്ള ഒരു സംഭവമല്ലേ. ആൻഡ് ചേച്ചിയുടെ ഒരു തുടക്കം എങ്ങനെയായിരുന്നു ആക്ച്വലി? അപ്പൂപ്പന്റെ പേരിലാണോ സിനിമയിലേക്ക്? അല്ല, എനിക്കൊരു 10-12 വയസ്സൊക്കെ ഉള്ളപ്പോൾ അപ്പൂപ്പൻ മരിച്ചുപോയി. അപ്പൂപ്പന്റെ ഏറ്റവും പെറ്റായിട്ടുള്ള ഒരു കുട്ടി എന്ന് പറഞ്ഞാല് തലതെറിച്ച സാധനം ഞാനായിരുന്നു. पीछे मूव आगे चल लेफ्ट 10 राइट 10 अबाउट 10 परेड on come on എങ്ങോട്ടാ? അടുക്കളയിലോട്ട്. അവിടെ ഒന്നും വെന്തിട്ടില്ല. എന്നാ റിട്ടേൺ നിക്കി. അവൻ പൊക്കോട്ടെ, അവൻ ഇവിടെ നിന്നിട്ട് ഒരു കാര്യമില്ല. ഈ കുറ്റം പറയാൻ വന്നേക്കണം അവനെ. ശിഷ്യൻ ഇവിടെ ഉണ്ട്. ശിഷ്യൻ അടിപൊളിയായിട്ട് പഠിപ്പിച്ച് നല്ലൊരു പട്ടാളക്കാരനാക്കി എന്റെ മുന്നിലേക്ക് വിട്ടു. തീർച്ചയായിട്ടും അവന്റെ മേൽ ഞാനൊരു താജ്മഹൽ പണി. ഒരടി തന്നണ്ടല്ലോ, താജ്മഹൽ പണിയാനാണ് ഇവിടെ വിളിച്ചു കൊണ്ടുവന്നത്. അവനൊരു പട്ടാളക്കാരനാക്കാനാണ് ഞാൻ വിളിച്ചിട്ടുള്ളത്. ഞാനവനെ വാർത്തെടുക്കാൻ അവനെ കമ്പി കെട്ടി വെച്ചിരിക്കുകയല്ല. അയ്യോ, ഞാനൊരു പട്ടാളക്കാരനായിട്ട് അവനെ വാർത്തെടുക്കും. ഞാൻ വിളിക്കാം. ജിഞ്ചിലു മോനെ, കുട്ട ജിഞ്ചിലു കേറി വാടാ. മോനെ ബ്രിഗേഡി ഇങ്ങോട്ട് വാ. ഈ ശരീരത്തിൽ ഞാൻ എവിടെ ഒരു താജ്മഹൽ പണിയും. എനിക്ക് എങ്ങനെയെങ്കിലും പണിത് കിട്ടും. ഇവനെ 2 എക്സസൈസ് പഠിപ്പിച്ച ഇവന്റെ പേരിൽ ഒരു സ്മാരകം പണിയേണ്ടി വരും. പിന്നെ എനിക്ക് പട്ടാളക്കാരനാക്കി തരൂ അവനെ. അങ്ങനെയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് തുടങ്ങാം. പ്രാക്ടീസ്. ഗോ ബാക്ക്. ഓക്കേ, പിസ്റ്റലടിച്ചാൽ മാത്രമേ ഞാൻ പോകുള്ളൂ. ഓക്കേ. മിസ്റ്റർ ബ്രിഗേഡിയർ ജിഞ്ചിലു, ഇവിടെ വരൂ. നമ്മൾ പ്രാക്ടീസ് ആരംഭിക്കുകയാണ്. ഈ പ്രാക്ടീസ് ആരംഭിക്കുന്നത് എന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ മനസ്സും ശരീരവും എല്ലാം നമ്മൾ പട്ടാളത്തിന് വേണ്ടി കോൺസെൻട്രേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയാണ്. മനസ്സിലായല്ലോ? അപ്പോൾ നമ്മൾ ആദ്യമായിട്ട് ചെയ്യാൻ പോകുന്നത് എന്തെന്നാൽ പുഷപ്പാണ്. എന്താണ് പുഷപ്പ്? എന്റെ പൊന്നു കുഞ്ഞ്, നീ പറയണ്ട, നീ പ്രവർത്തിച്ചാൽ മതി. അങ്ങനെയാണെങ്കിൽ കിടക്കൂ. ഓക്കെ സാർ. ഇങ്ങനെ വേണം. ശിഷ്യന്മാരാണെങ്കിൽ ഇങ്ങനെ വേണം. ഹലോ. സോറി സാർ. ഗുഡ് നൈറ്റ്. ഓക്കെ, ഗുഡ് നൈറ്റ്. സ്വീറ്റ് ഡ്രീംസ് മൈ ബോയ്. ആഹാ, കൊള്ളാം. ഇതല്ല, ഇവിടെ നമ്മൾ പ്രാക്ടീസ് തുടങ്ങാൻ പോകണം. പെട്ടെന്ന് പ്രാക്ടീസ്. ഞാൻ എങ്ങനെയാണെന്നുള്ളത് ചെയ്ത് കാണിക്കും. അതുപോലെ നീ ചെയ്യണം. തങ്കക്കുളം പോലത്തെ എന്റെ ഭാര്യ നിന്റെ ഭാര്യ തന്നെയെന്ന്. പൊട്ടിച്ചളുകിയിരിക്കുന്ന അണ്ടാവിനെയൊക്കെ തങ്കക്കുളം എന്നാണ് പറയുന്നത്. എനിക്കറിയാമല്ല. ഫാഷൻ ലോകം എനിക്ക് നശിച്ചു. ഞാൻ സണ്ണി ലിയോണിനെ പോലെ ഒരു അറിയാതെ കാട്ടുമാക്കാം. നിന്റെ മൂക്കിന്റെ ധാരാളം വള്ളത്തിൽ വെള്ളം നിറയും. മതവിളകിട്ടുണ്ടെന്ന്